സെറ്റപ്പ് ഒക്കെ കൊള്ളാം. നിന്റെ പേപ്പറൊക്കെ ഉണ്ടാടേ? പേപ്പറൊക്കെ പക്കയാ സാറേ. ഏതാടാ ഈ തുരുമ്പിച്ച അംബാസഡർ കാർ? സാറേ അങ്ങനെ പറയല്ലേ, അത് വണ്ടിയല്ല സാറേ, എന്റെ അച്ഛനാ. ഓ അപ്പൊ ആന്റിക് പീസാ? അച്ഛനൊരു ആന്റി ലവർ ആയിരുന്നു. പുരാവസ്തുവാണോ സാറേ? അങ്ങനെ കളിയാക്കല് സാറേ. സാറിനുമില്ല സാറേ ഒരു അച്ഛൻ? എനിക്കുണ്ടോ ഒരു അച്ഛൻ? എനിക്കറിയാമോ, എന്റെ അച്ഛൻ എന്റെ എല്ലാം എല്ലാം അല്ലേ. അപ്പൊ ചേലത്ത് ചെമ്പരന്തോ? അത് നിന്റെ അച്ഛൻ. എന്തിനാണ് ആ കാട്ടുകാരെ കൊണ്ട് എന്നെ എനിക്ക് കുറച്ചു തരും? എന്റെ പൊന്നു സാറേ, ഒരു കാര്യം ആലോചിക്കണം. ഞാൻ ഇവിടെ ഒരു കള്ളക്കടത്ത് നടത്തുന്നില്ല സാറേ. ഇവന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. സാറിനറിയാവോ, പണ്ട് ആ പുഴ നീന്തി കിടന്നാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്റെ നീന്തൽ കണ്ടിട്ട് നാട്ടുകാരെ എന്നെ വിളിച്ചെന്നറിയോ? നരനെന്ന്. ഓ അപ്പൊ നീയാണ് നരൻ. ആ തിരുനമ്പരെ കൊണ്ട് നീ ഇവിടെ വെലത്ത് നടക്കണടാ. ഇങ്ങോട്ട് വാടാ നരച്ചവനെ. നീ മടല് നടലോട്ട് കുത്തി വെക്കൂടാ. ഇല്ല, നീ ആ പാവം കുന്നുമേ ശാന്തി ജീവിക്കാൻ സമ്മതിക്കടാ. ആ കാണുന്ന പുഴ നിന്റെ അമ്മയാണെങ്കിൽ എന്റെ അപ്പുറത്തെ 10 പേർ ആറാ നിന്റെ കൊച്ചനാ. എന്തീ കാണിക്കണ? ഗോവിന്ദ താമ്പോ ലൈസൻസ് എടുത്തോണ്ട് വാ. പോണേ ഒറ്റലക്കം കളിക്കണ്ടല്ലോ. ഇച്ചടം മണ്ട, നിന്നെ ഞാൻ ഇന്നലെ കള്ളം പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്റെ പാവച്ചനെ പറ്റിച്ച് ആ വണ്ടി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കി എങ്ങനെയും മോഡിഫിക്കേഷൻ നടത്താനല്ലേ. അതിനെന്തിനാടാ നീ എന്റെ പാവം പിടിച്ച് അതിനെ കുണിച്ചെടുത്ത് കൂമ്പിടിച്ച്? എനിക്കറിയാം മേഡം, ഈ യൂണിഫോമിന്റെ ദേഹത്ത് കയറി പിന്നെ 1 പറ 2 എനിക്ക് ആരും തല്ലണം. സംശയം 2 പറഞ്ഞാണ്. 2 പിടിച്ചോ. വരുന്നില്ല. എന്റെ പൊന്നളിയ, ഒന്ന് നീ ഒരു 2 മിനിറ്റ് പിടിച്ചേക്ക്. അപ്പഴേക്കും തീർത്ത് നീ വണ്ടി പുറത്തേക്ക് ഇറക്കിട്ട് നീ എന്താ ചെയ്തോ? വണ്ടി ഞാൻ പുറത്തേക്ക് തരാം. പക്ഷേ നമ്മൾ തമ്മിൽ പറഞ്ഞ ഡീൽ ഓർമ്മ വേണം. എനിക്ക് 10,000 രൂപയും ഒരു ഫുള്ളും കിട്ടണം. 5,000 രൂപ അതിന്റെ ആയിരുന്നില്ലേ? നിന്റെ അടുത്ത് അച്ഛൻ എന്നല്ലേ പറഞ്ഞോളൂ. ഇത്രയും മണ്ടനായ അച്ഛൻ എന്ന് പറഞ്ഞാ എനിക്ക് 10,000 കിട്ടിയേ പറ്റൂ. നീ വലിയ നായികരൊന്നും പറയണ്ട. പറ്റില്ലെങ്കിൽ നീ പൊക്കോ. നീ പൈസ തരൂലടാ. എനിക്ക് തരൂല. നിന്റെ പൈസ എനിക്ക് അറിയാടാ. നീ കൈയൊക്കെ മേടിക്കണം. അച്ഛൻ വരട്ടങ്ങനെ ഉരിഞ്ഞന്ന്. എന്താ ബഹദൂറെ? സൈലൻസർ. അയ്യോ, ലൈസൻസ് എടുത്തിട്ട് പറഞ്ഞപ്പോ ഒരു വച്ചാപ്പ് മേലാളി. എനിക്കൊരു കാര്യം അറിയണം. എന്റെ 10,000 രൂപ തരാൻ പറ്റുമോ ഇല്ലയോ? 10,000 രൂപ തന്റെ മോന്റെ ചോദിക്കാം. അതേതാ 10,000 രൂപ? അതിപ്പോ 10,000 പെട്ടെന്ന് അച്ഛൻ വല്ല നിയമം അങ്ങനെ തെറ്റിച്ചായിരുന്നു. 5 കൗണ്ടർ തെറ്റിച്ചാലും 10,000 രൂപ പോയില്ലേ? എന്റെ പൊന്നു സാറേ, ഇനി ശരിയായിക്കോളാം സാറേ. അത് അന്വേഷിച്ചു പറഞ്ഞാൽ മതി. അതാരാ സാറേ? ഇവിടുത്തെ DGP. എനിക്കൊരു കാര്യം ഇപ്പൊ അറിയണം. എന്റെ 10,000 കിട്ടുമോ ഇല്ലയോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഞാൻ ഈ വണ്ടി എടുത്തു. ബൈ ബൈ. എവറെന്റെ ഹാൻഡില് മോനെ പണി പറഞ്ഞൂടാ. അവൻ വണ്ടി കൊണ്ടുപോകണേ പോലീസിനെ വിളിച്ചാ. പോലീസ് അല്ലേ വണ്ടി പോയി? ഞാൻ എന്റെ പൊന്നച്ച, അവൻ പോലീസ് ഒന്നല്ല. ഞാൻ അച്ഛനും പറ്റിച്ച് ഈ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി ഞാൻ അവനെ വേഷം കെട്ടിച്ച് കൊണ്ടാണ്. അവൻ കള്ളനാണ്. ഓഹോ, ആ കള്ളം പോണെങ്കിൽ പോട്ടടാ. ഈ കള്ളത്തരം പിടിക്കാനുള്ള ആൾ എന്റെ കൂടെ ഉണ്ടല്ലോ. അതാരച്ചാ? മകൻ, എൻ മകൻ. അതാരത്? നാസിക്ക് ശിവകാമി. നല്ല റിഹേഴ്സൽ ചെയ്ത, നല്ല പരസ്പര ധാരണയുള്ള ഒരു അടിപൊളി സ്കിറ്റ്. അല്ല, സത്യത്തിൽ ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. നേരത്തെ അത് പ്രശ്നമായിരുന്നു. ഇപ്പൊ അതിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ബേസിക് ചെയ്യുന്നതിന് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. കാരണം എന്റെ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് മാറ്റി ബേസിക് ചെയ്യുന്നോണ്ട് പ്രശ്നമല്ലെന്നാ? ബേസിക് ആയിട്ടുള്ള ഞാൻ പറയാം. അല്ല, ബേസിക് ഞാൻ കേട്ടത് ബേസിക് ചെയ്യുന്ന പറയൂ. ബേസിക് ആയിട്ടുള്ള വെച്ചപ്പോ ചില ഹോണിനൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ്, റെയിൽസ് വെക്കുക. പക്ഷെ റെയിലൊക്കെ വെക്കുന്നതിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഇഷ്യൂ ഇല്ല. അത് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു കാര്യമല്ല. പക്ഷെ ചില വണ്ടികൾക്ക് അവർ പറയുന്നത് വെക്കണ്ടെന്ന് പറയുന്നത് അത് ഇൻബിൽറ്റ് ആയിട്ട് അത് വരുന്നില്ല, നമ്മൾ വേറെ വെക്കുന്നോണ്ടാണ് അത് ഇഷ്യൂ. പക്ഷെ അതിലെന്തൊക്കെ എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ലൈറ്റിംഗ് ഓക്കെ, ചില ലൈറ്റ് ഭയങ്കര ലെങ്ത്, അതിന്റെ ആ ഇത് കൂടുതലായതുകൊണ്ടാണ് ലൈറ്റിങ്ങിന്റെ സാധനം പറയുന്നത്. കളർ, അതായത് ബാക്കിൽ ബ്ലാക്ക് അടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്റെ വണ്ടിയുടെ ഒക്കെ ചില റെഡ് ലൈറ്റിന് ബ്ലാക്ക് അടിച്ചേക്കുന്ന ടിൻഡ് അടിക്കാന്ന് അറിയത്തില്ലേ, അതിനെന്താ പ്രശ്നം? എന്താ കാണാൻ പറ്റും. ഹോണിനെ പറ്റി എയർ ഹോൺ ആണോ ഹോണും ഈ പറയുന്നത് ഉദാഹരണത്തിന് ഈ ഹോണാണ്. ഇങ്ങനത്തെ ഹോണുകൾ ഇപ്പൊ വണ്ടിക്ക് വരുന്നില്ല.
വരുന്നില്ല. അങ്ങനത്തെ അപ്പൊ ഏത് അല്ല. ഫോൺ വേണം അപ്പൊ? ഇത് പഴഞ്ചൻ സ്റ്റൈലാ പറയുന്നത്. ഇപ്പൊ ഹോണുകൾ മാറ്റാൻ പറ്റും. അത് നമുക്ക് പ്രോഡക്റ്റിന്റെ പേര് പറയാൻ അല്ല, പറ്റും. ഓക്കേ, ഞാൻ നില്ലില്ലേ? മന്ത്രി. വസന്തങ്ങളുടെ അഭിപ്രായം കേട്ടു, ഇനി പുതിയ പിള്ളേരുടെ അഭിപ്രായം കേൾക്കാം. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന് സപ്പോർട്ട് ചെയ്യില്ലേ നോക്ക്. വസന്തമായി പുതിയ ഇപ്പൊ നമ്മൾ പിള്ളേരായല്ലോ. പോകുന്ന ബൈക്കിന് മിറർ വെക്കാത്തതിന്റെ റീസൺ എന്താ വെച്ചാൽ ബൈക്കിന് ലുക്ക് ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മിററിന്റെ ആവശ്യം എന്താ വെച്ചാൽ പുറകിൽ വരുന്ന വണ്ടി കാണാൻ പറ്റൂ ഇല്ലയോ എന്നുള്ള സാധനം. ഈ ഹെൽമെറ്റ് വെച്ചാൽ പുറകിലെല്ലാ സൈഡിലും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയല്ലേ. സൈലൻസർ മാന്യമായ രീതിയിലുള്ള ശബ്ദങ്ങൾ വരുന്ന സൈലൻസർ ആണ്. ഈ കുഴപ്പമില്ല, കാരണം പ്രീമിയം കാറിന് സ്പോർട്സ് കാറിന് സൗണ്ട് ഉള്ള സൈലൻസർ വണ്ടിക്ക് അങ്ങനെ ശബ്ദത്തിൽ വ്യതിയാനം ഉണ്ടോ? ഉണ്ട്. അതുപോലെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എനിക്ക് ഇൻബിൽട്ട് ആയിട്ട് സൈലൻസർ ഉണ്ട്, എന്നിട്ട് തന്നെ പോലീസ് എല്ലാ വണ്ടിക്കും ഉണ്ടടാ സൈലൻസർ. ഡ്യുവൽ സൈലൻസ്, നോട്ട് ദ പോയിന്റ്, ഡ്യുവൽ സൈലൻസ്. അതെ, നിങ്ങൾ എല്ലാരും കൂടി സൈലൻസ് ആയിട്ടൊന്നും ഇരുന്നാലുണ്ടല്ലോ, ഈ നസിക്ക് വിട്ട ഈ സ്കിറ്റിന് എത്ര മാർക്ക് കിട്ടുന്നു, എത്ര ബാറ്ററി ഇടുന്നു നോക്കാം. കറക്റ്റ് ആണ്. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ വന്നാലും എന്താണോ CM പറയുന്നത് അതിനനുസരിച്ച് നമ്മൾ പുതിയ തലമുറകളും എല്ലാ ആൾക്കാരും മോഡിഫിക്കേഷനും കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലേ ചെയ്തു പോകും. ആദ്യം എനിക്ക് പറയാനുള്ളത് അസാധ്യം സ്ക്രിപ്റ്റ്, അസാധ്യം പെർഫോമൻസ്, സൂപ്പർ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ആ എൻഡിങ് പോർഷനിലെ ഒരു രാജമൗലി എൻഡിങ് ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നിങ്ങൾ 3 പേരും ഭയങ്കര ആ സ്റ്റാർട്ടിങ് തൊട്ട് ഇതുവരെയും ആ ഒരു ട്രാവൽ ഇല്ലേ ആസ് എൻ ആർട്ടിസ്റ്റ്, സോ പ്രൗഡ് ഓഫ് യു, ഹാറ്റ്സ് ഓഫ്. അല്ല ജി, കൗണ്ടർ ടു കൗണ്ടർ ആയിരുന്നു എല്ലാം. കഥ പറച്ചിലല്ല, എല്ലാം കൗണ്ടർ ആയിരുന്നു. നല്ല രസമായിരുന്നു. കൗണ്ടറിലും ആക്ടിങ്ങിലും ഇവർ അടിപൊളിയാണ്. നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഇവരെ 3 പേരെ സിനിമയെ കാണണം എന്നുള്ളത്. അതെന്ന് സാധിക്കും എന്നുള്ളതാണ്. വേഗം നല്ല നമ്മള് സിനിമകൾ വരട്ടെ, നല്ല ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ചാൻസ് കിട്ടട്ടെ. എനിക്കും ചേച്ചിക്ക് സിനിമയിലെ മാജിക് ഷോ ഉണ്ടല്ലോ ചേച്ചി. അല്ല, ആ സാമ്രാജ്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് എന്റേതായ സാമ്രാജ്യം ഞാൻ കണ്ടിന്യൂ ആവും. അപ്പൊ എന്തായാലും ബോയ്സ് ബാറ്ററി നോക്കിയാലോ? യാ, നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഈ 50 നേടാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു അല്ലേ? ആ ചേട്ടാ, നമ്മുടെ 11ാമത്തെ സ്കിറ്റാണ് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു 5 മെമ്പർ നമ്മൾ വെച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് നമ്മളെ ഗ്രൂമർ നിതീഷ് ചേട്ടനാണ്. പുള്ളി നമ്മളെ കൂടെ പുള്ളിയാണ് ഈ സ്കിറ്റ് ഇങ്ങനെ ആക്കി തന്നതും അടിപൊളി. നമ്മളെങ്ങനെ ടീമാക്കി. ഒരുപാട് സ്കിറ്റ് നിതീഷ് ഇങ്ങനെ ആക്കി തരട്ടെ നിങ്ങൾ. അവ അങ്ങനെ ചെയ്തോണ്ട് പോട്ടെ. ഓക്കെ, ഇനി ദാ പൈസ വരുന്നു. Proudly Bank of Bombay giving you 50,000 and here. Congratulations.